എത്ര നാൾ ജീവിച്ചിരിക്കും, നമുക്ക് ആയുസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് ഒരാളുടെ ഗ്രഹനിലയിൽ കൂടി നമുക്ക് എന്തായാലും അറിയാൻ കഴിയും. അപ്പോൾ ശനിക്കും ചൊവ്വയ്ക്കും ആയുസ്സിനെ സൂചിപ്പിക്കുന്നതിന് വലിയ റോള് തന്നെ ഉണ്ട്. ഏത് ജാതകനായാലും ലഗ്നത്തിന് ബലം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആയുസ്സുണ്ടെന്ന് പറയാം. ആയുസ് എന്ന് പറയുമ്പോൾ 3 തരമാണ് പ്രധാനപ്പെട്ട ആയുസ്സുകൾ നമ്മുടെ ജീവിതത്തിലുള്ളത്. ഈ ചൊവ്വയുടെ ശനിയുടെ 2 റോളെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ രോഗം വരുത്തുക, കടം വരുത്തുക, ആത്മഹത്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വയ്ക്കുന്ന 2 ഗ്രഹങ്ങളാണ് ഈ ചൊവ്വയും ശനിയും. ഇവരിതിനകത്ത് സ്പെഷ്യലിസ്റ്റാണ്. 12 എന്ന് പറഞ്ഞാൽ മോക്ഷം അല്ലെങ്കിൽ എക്സിറ്റ് പോയിൻ്റാണ്, മരണത്തിൻ്റെ വാതിൽ. അഷ്ടമാധിപതിക്ക് മാത്രം ബലം അല്ലെങ്കിൽ ചൊവ്വയ്ക്ക് മാത്രം ബലം ഇങ്ങനെ വരുവാണെങ്കിൽ അല്പായുസായിരിക്കും. പൊതുവേ ഒരു ജ്യോതിഷിയും ആയുസ്സിനെ അങ്ങനെ കൂടുതലുണ്ടോ ഇല്ല എന്നുള്ള അങ്ങനെ പെട്ടെന്ന് പറയില്ല. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ആസ്ട്രോളജറും വാസ്തുശാസ്ത്രജ്ഞനും ന്യൂമറോളജിസ്റ്റുമായ ശ്രീ ഉമാ മഹേഷ് എൻ ആചാരി ആണ് ഉള്ളത്. സർ, നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷവശാൽ ആയുസ്, നമുക്ക് എത്ര ആയുസ്സുണ്ട്, നമ്മുടെ മരണം, ഇതിനെ പറ്റിയൊക്കെ ജ്യോതിഷവശാൽ നമുക്ക് കിട്ടുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ജ്യോതിഷത്തിൽ ആയുസ്സിനെ കുറിച്ച് നമുക്ക് അറിയാൻ ഒരുപാട് വഴികളുണ്ട്. ലളിതമായ 2-3 വഴികൾ നമുക്ക് പറയാം. ഈ ആയുസ് എന്ന് പറയുമ്പോൾ പൊതുവെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഭയം എന്തായാലും ഉണ്ടാവും. മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമാണ്. അതെ, എത്ര നാൾ ജീവിച്ചിരിക്കും, നമുക്ക് ആയുസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് ഒരാളുടെ ഗ്രഹനിലയിൽ കൂടി നമുക്ക് എന്തായാലും അറിയാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആയുർകാരകൻ എന്ന് പറയുന്നത് ശനിയാണ്. ആയുർകാരകൻ ശനിയാണ്. അതുപോലെ ഒരു ജാതകത്തിൻ്റെ അഷ്ടമാധിപതിയും ഈ ആയുസ്സിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ 2 ഗ്രഹങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വേറൊരു ഗ്രഹമുണ്ട്, ചൊവ്വ എന്നൊരു ഗ്രഹം. ഈ ചൊവ്വ എങ്ങനെയാണ് ആയുർകാരകനായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു സൂക്ഷ്മത ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ കാലപുരുഷൻ്റെ 8ാമത്തെ രാശി എന്ന് പറയുന്നത് വൃശ്ചികമാണ്. 8 എന്ന് പറഞ്ഞാൽ തന്നെ ആയുസ്സിനെ സൂചിപ്പിക്കുന്ന ആ 8ൻ്റെ അധിപതി ചൊവ്വയാണ്. ഈ ചൊവ്വ പോയി ശരിക്കുമുള്ള ആയുർകാരനായ ശനിയുടെ വീട്ടിൽ മകരത്തിൽ പോയി ഉച്ചനാകും. അപ്പോൾ ഇത് ഇൻ്റർ കണക്റ്റഡാണ്. അപ്പോൾ ശനിക്കും ചൊവ്വയ്ക്കും ആയുസ്സിനെ സൂചിപ്പിക്കുന്നതിന് ഒരു വലിയ റോള് തന്നെ ഉണ്ട്. അതേപോലെ തന്നെ 8ാം ഇടത്തിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പറയുവാണെങ്കിൽ മേടലഗ്നമാണെന്ന് വെച്ചോളൂ. അതിൻ്റെ 8ാം ഇടം എന്ന് പറയുന്നത് വൃശ്ചികമാണ്, അത് ചൊവ്വയാണ്. പിന്നെ ആയുർകാരകൻ എന്ന് പറയുന്നത് ശനിയാണ്. അപ്പോൾ ഈ 8ാം ഇടത്തിൻ്റെ 8ാം ഇടം എന്ന് പറയുമ്പോൾ മിഥുനം വരും. ആ മിഥുനം എന്ന് പറയുന്നത് മേടത്തിൻ്റെ 3ാം ഭാവമാണ്. അപ്പം ആയുസ്സിനെ കണക്ക് കൂട്ടുമ്പോൾ ഈ 3ാം ഭാവവും നമ്മൾ നോക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ലഗ്നമാണ്. ആ ലഗ്നത്തിന് എപ്പോഴും ഒരു ബലം വേണം. ഏത് ജാതകനായാലും ലഗ്നത്തിന് ബലം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആയുസ്സുണ്ടെന്ന് പറയാം. ഇതാണ് ഈ സൂചനകൾ. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത് ജാതകത്തിലൂടെ ഈ ഗ്രഹങ്ങളാണ് നമ്മളെ സൂചിപ്പിക്കുന്നത് ഒരാൾക്ക് ആയുസ്സുണ്ട്. പിന്നെ ഇത് എങ്ങനെ നിൽക്കുന്നു, ഇതിൻ്റെ ബലം എങ്ങനെയാണ്, അതനുസരിച്ചിട്ട് നമുക്ക് ഈ ആയുസ്സിനെ പല രീതിയിൽ തരംതിരിക്കാം. അതെങ്ങനെയാണ് തരംതിരിക്കേണ്ടത്? ആയുസ് എന്ന് പറയുമ്പോൾ 3 തരമാണ് പ്രധാനപ്പെട്ട ആയുസ്സുകൾ നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒന്ന് അല്പായുസ്. ഒരു ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരണപ്പെടുക, ഏകദേശം ജനിച്ചൊരു 33 വയസ്സ് വരെയൊക്കെ ആകുമ്പോൾ മരണം പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ അല്പായുസ്. 33 വയസ്സിൻ്റെ ഉള്ളിൽ ഒരു 33-35 വയസ്സുള്ളിൽ അകാല മരണം അല്ലെങ്കിൽ അല്പായുസ് എന്ന് പറയും. പെട്ടെന്ന് സംഭവിക്കുന്നതിനാണ് നമ്മൾ അല്പായുസ് എന്ന് പറയുന്നത്. പിന്നെ മധ്യമായുസ് എന്ന് പറയും. അപ്പോൾ ഒരു ആൾ ജനിച്ചൊരു 60 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരു 65 വയസ്സ് വരെയൊക്കെ ആകുമ്പോൾ അതിനെ നമ്മൾ മധ്യമായുസ് എന്ന് പറയും. ദീർഘായുസ് എന്ന് പറയുന്നത് ഒരു 80 വയസ്സ് 90 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നത് ദീർഘായുസ് എന്ന് പറയും. പിന്നെ പൂർണ്ണായുസ് എന്നും പറഞ്ഞുണ്ട്. അത് ഈ 90 വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. 100 വയസ്സിരിക്കുന്നവർ ഇപ്പോഴും ചില ലോകരാജ്യങ്ങളിലെ പല ഭാഗത്തങ്ങൾ 120 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവരും അതിന് മുകളിൽ ജീവിച്ചു. അതൊക്കെ പരിപൂർണ്ണ ആയുസ്സുള്ളവർ. അതുപോലെ പണ്ട് ഭാരതത്തിൽ തന്നെ ഋഷിമാരൊക്കെ അങ്ങനെ ആ ഒരു ഭക്ഷണം പോലും കഴിക്കാതെ, വെള്ളം പോലും കഴിക്കാതെ തന്നെ ഇങ്ങനെ ആയുസ് നീട്ടിക്കൊണ്ട് പോയിട്ടുള്ളവർ. അപ്പോൾ ഇതാണ് ഒരു 3 തട്ടിലുള്ള ആയുസ്സിനെ നമ്മൾ ചെയ്യുന്നത്.
ഒന്ന് അല്പായുസ്, അല്പായുസ്, മധ്യമായുസ്, മധ്യമായുസ്, ദീർഘായുസ്, ദീർഘായുസ്. പിന്നെ പരിപൂർണമായിട്ടുള്ള ആയുസ് എന്ന് പറയും. അപ്പോൾ ഇത് എങ്ങനെ ഈ ദീർഘായുസ് അല്ലെങ്കിൽ മധ്യമായുസ്, അല്പായുസിനെ നമ്മൾ കണക്കൂട്ടുന്നതെന്ന് വെച്ചാൽ, നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഈ ശനിയും ചൊവ്വയും ലഗ്നാധിപതിയും അഷ്ടമാധിപതിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഇവരാണ് നമുക്ക് ദീർഘായുസ് തരുന്നത് അല്ലെങ്കിൽ ആയുസ് കുറയ്ക്കുന്നതൊക്കെ. അപ്പോൾ ഒരു അല്പായുസുള്ള ഒരാൾക്കെന്ന് പറയുമ്പോൾ അഷ്ടമാധിപതി മാത്രം ബലമായിട്ടിരിക്കുന്നു വെച്ചോളൂ. മറ്റ് ഭാവങ്ങൾ ഒരു 4 ഭാവമുണ്ട്, അത് ചൊവ്വ ബലമില്ല, 3-ാം ഭാവത്തിന് ബലമില്ല, അല്ലെങ്കിൽ ലഗ്നത്തിന് ബലമില്ലാതെ വരുമ്പോൾ ഒരു ഭാവം മാത്രമേ ഉള്ളൂ ബലമുള്ളൂ. ഈ ഇദ്ദേഹത്തിന് അല്പായുസായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ ആ വയസ്സിനടുത്ത് ഏതെങ്കിലും രീതിയിലുള്ളൊരു അപകടങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളോ. അപ്പോൾ നമ്മൾ ചൊവ്വയെ ഇടയ്ക്ക് സൂചിപ്പിച്ചല്ലോ, ചൊവ്വ ഒരു കാരകനാന്ന് പറഞ്ഞല്ലോ, ചൊവ്വ രക്തകാരകനും കൂടിയാണ്. അപ്പോൾ ഈ ചൊവ്വയുടെ ശനിയുടെ 2 റോളെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു മനുഷ്യനെ രോഗം വരുത്തുക, കടം വരുത്തുക, തർക്കം, ഏറ്റുമുട്ടൽ, ആത്മഹത്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വയ്ക്കുന്ന 2 ഗ്രഹങ്ങളാണ് ഈ ചൊവ്വയും ശനിയും. ഇവരിതിനകത്ത് സ്പെഷ്യലിസ്റ്റാണ്. ഇവരാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കുന്നത്. മരണത്തിന് കാരകം അല്ലെങ്കിൽ ആയുസ്സിന് കാരകത്വം കാണിക്കുന്നത് ഇവരാണ്, ശനിയും ചൊവ്വയും പ്രധാനം. അപ്പോൾ അവർ ഈ തരുന്ന ഈ കാര്യങ്ങളാണ് ഇത്. ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കുക, ഒരു അപകടം ഉണ്ടാക്കുക, ആത്മഹത്യ ഉണ്ടാക്കുക, രോഗം ഉണ്ടാക്കുക, തർക്കം, കടം, ചിലർ കടം മൂലം ആത്മഹത്യ ചെയ്യുന്നത്. ഇതെല്ലാം ഈ 2 ഗ്രഹങ്ങളുടെ ഒരു ആണ് ചെയ്യുന്നത്. അപ്പോൾ അല്പായുസ് എന്ന് പറയുന്നത് ഈ 4 ഭാവങ്ങളിൽ നമ്മൾ പറയുമ്പോൾ ഒരു ഭാഗം മാത്രമാണ് ബലമായിട്ടിരിക്കുന്നത്. അപ്പോൾ അഷ്ടമാധിപതി മാത്രം ബലമായിട്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അല്പായുസ്. ഇനിയിപ്പോൾ നമുക്ക് ദീർഘായുസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 4 ഭാവങ്ങൾക്കും ബലം വേണം. അഷ്ടമാധിപതി ശനിക്ക് ബലം വേണം, ചൊവ്വയ്ക്ക് ബലം വേണം, അതുപോലെ ഈ 3-ാം ഭാവാധിപതിക്കും ബലം വേണം. ഇത്രയും ഗ്രഹങ്ങൾക്ക് ബലം വരുമ്പോൾ ദീർഘായുസ് ഉണ്ടാവും. മധ്യമായുസ് എന്ന് പറയുമ്പോൾ ഒരു 2 തട്ടിൽ, ഇപ്പം അഷ്ടമാധിപതിക്ക് ബലമുണ്ട്, അതുപോലെ തന്നെ 3-ാം ഭാവാധിപതിക്ക് ബലമുണ്ട്. ഈ 2 ഭാവങ്ങൾക്ക് ബലം വരുമ്പോൾ അതൊരു ദീർഘായുസ് എന്ന് പറയാം. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ആയുസ് എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ ഭാവങ്ങളും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ശനി, അഷ്ടമാധിപതി, ചൊവ്വ, 3-ാം ഭാവാധിപതി, ഇതിനെല്ലാം ബലം വരുമ്പോൾ ദീർഘായുസ് വരും. അതേപോലെ തന്നെ ഈ ആയുസിനകത്ത് 4, 8, 12 ഭാവങ്ങൾക്കും ഒരു റോളുണ്ട്. 4 എന്ന് പറഞ്ഞാൽ സുഖസ്ഥാനമാണ്. ഈ 4-ാം ഭാവത്തിനെ കല്ലറ എന്ന് കൂടി സൂചിപ്പിക്കും. സുഖമാണെങ്കിലും മരണം കഴിഞ്ഞാലും സുഖമായിട്ട് കിടന്നുറങ്ങുമല്ലേ എന്ന് പറഞ്ഞ പോലെ അതിനെ കല്ലറ എന്ന് കൂടി സൂചിപ്പിക്കും. 8 ആയുസിനെ സൂചിപ്പിക്കുന്നു. 12 എന്ന് പറഞ്ഞാൽ അത് മോക്ഷം അല്ലെങ്കിൽ എക്സിറ്റ് പോയിന്റാണ്, മരണത്തിൻ്റെ വാതിൽ, 12-ാം ഭാവം. അപ്പോൾ ഈ 4, 8, 12 എന്ന ഗ്രഹങ്ങളും ഇതിന് കാരണക്കാരാണ്. അപ്പോൾ ഈ ഇത്രയും ഭാവങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ആയുസ്സിനെ നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇത് ഒരാളുടെ ജാതകത്തിൽ എങ്ങനെ നിൽക്കുന്നു, ബലപ്പെട്ട് നിൽക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും അല്പായുസും മധ്യമായുസും ദീർഘായുസും ഒക്കെ സംഭവിക്കുന്നത്. അതുപോലെ ഇപ്പോൾ അങ്ങയുടെ അടുത്ത് ഒരു ജാതകവുമായി ഒരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജാതകവശാൽ ഒരു അല്പായുസോ അല്ലെങ്കിൽ മധ്യമായുസോ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് കുറച്ചും കൂടെ ആയുസ് കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു പരിഹാരമൊക്കെ ചെയ്യാൻ പറ്റുമോ? നമ്മളെപ്പോഴും ആയുസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താനൊക്കത്തില്ല, കുറച്ച് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമായിരിക്കും. അതാ ഞാൻ ചോദിച്ചത്. കുറച്ചൊക്കെ അങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ ഒന്നും നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ ജാതകമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ പേരൻസിന് അതൊരു വിഷമഘട്ടത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതെ. അപ്പം അത് ആ ജാതകം കാണുമ്പോൾ നമ്മളിപ്പം ചിലർ ജാതകം നോക്കാൻ വരുമ്പം വിവാഹം നടക്കുമോ, അല്ലെങ്കിൽ ഞാൻ കോടീശ്വരനാവോ, അല്ലെങ്കിൽ എനിക്ക് വസ്തു വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ ആദ്യം അതൊക്കെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പേ ഈ വന്ന ആൾക്ക് ആയുസ്സുണ്ടോ എന്ന് നോക്കണം. ആയുർബലം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ നടക്കത്തില്ല. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം എന്ന് വെച്ചാൽ ഒരു കൊച്ചുകുട്ടിയുടെ ജാതകം നോക്കിയിട്ട് ആയുസ്സുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഭാവങ്ങൾക്കൊക്കെ ബലമുണ്ടോ എന്ന് നോക്കണം. ഇപ്പം ഈ പറഞ്ഞ പോലെ അഷ്ടമാധിപതിക്ക് മാത്രം ബലം അല്ലെങ്കിൽ ചൊവ്വയ്ക്ക് മാത്രം ബലം ഇങ്ങനെ വരുവാണെങ്കിൽ അല്പായുസായിരിക്കും. മറ്റ് 4 ഗ്രഹങ്ങളിൽ 2 or 3 ഗ്രഹങ്ങളുടെ ആധിപത്യം നമുക്ക് നല്ല ബലമായിട്ടിരിക്കുവാണെങ്കിൽ ഈ കുട്ടിക്ക് ആയുസ്സുണ്ടെന്ന് പറയാം. അപ്പോൾ അത് കാണുമ്പോൾ പറയാം. പക്ഷെ പൊതുവേ ഒരു ജ്യോതിഷിയും ആയുസ്സിനെ അങ്ങനെ കൂടുതലുണ്ടോ ഇല്ല എന്നുള്ള അങ്ങനെ പെട്ടെന്ന് പറയില്ല. അപ്പം വന്ന് ചോദിക്കുന്ന ആൾക്ക് അതൊരു മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ പറയില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയും. അപ്പം ഇതിന് പരിഹാരങ്ങളുണ്ട്. അഷ്ടമാധിപതിക്ക് നമുക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. അഷ്ടമാധിപതിയാണ്
അല്ലെങ്കിൽ ശനിയാണ് ശനി. ആയുർകാരകൻ. ഉം, ഉം. അപ്പോൾ ആയുസ്സിനെ നമുക്ക് കുറച്ച് നീട്ടിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ അതിനൊരു ബലം കൊടുക്കാൻ വേണ്ടി നമുക്ക് ആ അഷ്ടമാധിപതി ഏത് ഗ്രഹമാണോ അഷ്ടമാധിപതിയായിട്ട് വരുന്നത് ഉം. ആ ഗ്രഹത്തിനുള്ള പരിഹാരം പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യും. ഒരു കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഉം, ഉം. പക്ഷേ എപ്പോഴും മരണത്തെ നമ്മൾ വിട്ടുകൊടുക്കേണ്ടത് ഭഗവാന്റെ അടുത്താണ്. അതെ. അത് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഉം. നമുക്ക് മനുഷ്യർക്കായിട്ടുള്ളവർക്ക് അതിന് പറയാനൊക്കത്തില്ല. നമുക്കൊരു പരിധിവരെ പറയാം ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതെ. പക്ഷെ അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും ഭഗവാനാണ്. ഭഗവാനായിരിക്കും. ഉം, ഉം. അതായിരിക്കും അതിൻ്റെ ഒരു ഇത്. അതെ. അപ്പം ഇതിൻ്റെ ഗണനം എങ്ങനെയാണോ ഉം. ആയുസിനെ കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ ഗണനം എങ്ങനെ വരുന്നു ഉം. അല്ലെങ്കിൽ ഏതിന് ബലം കൂടുതൽ കുറവ് അതിനനുസരിച്ചിട്ട് നമ്മൾ തരംതിരിക്കുക. തടഞ്ഞു. അല്പായുസ്, മധ്യമായുസ്, ദീർഘായുസ് ദീർഘായുസ്. അല്ലെങ്കിൽ പൂർണ്ണായുസ് എന്ന് പറയും. ഉം, ഉം.